പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ വിളി എന്ന ഈ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. സ്വർഗീയ വിളി ലഭിച്ചവരോട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കാം. പത്രോസ് പറയുകയാണ്, 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം 10-12 വാക്യങ്ങളിലാണ്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇടറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇടറിപ്പോയാൽ നമ്മുടെ കർത്താവായ രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തേക്കുള്ള പ്രവേശനം ലഭിക്കാതെ പോകും. അപ്പം വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കേണ്ടതിന് വേണ്ടി നാം ശ്രമിക്കണമെന്നാണ് പറയുന്നത്. കാരണം പത്രോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ഇടറിപ്പോയ ഒത്തിരി സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായി. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ച രാത്രിയിൽ താനെ ഒരു ബാല്യക്കാരത്തിന് മുമ്പിൽ കർത്താവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്ന ഒരനുഭവം തൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മെ വിളിച്ച വിളിയെക്കുറിച്ചും നമ്മളെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും നമുക്ക് നിശ്ചയമില്ല എങ്കിൽ, അത് ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മളുടെ വിളി വിട്ടുമാറി നമ്മൾ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ഇടറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി താൻ ജയിച്ച അപ്പോസ്തലനാണ് തൻ്റെ ലേഖനത്തിൽ കൂടെ തൻ്റെ സഭയെ ഉണർത്തുന്നത്. പിന്നീടൊരിക്കൽ കർത്താവ് ഉയർത്തതിന് ശേഷവും തൻ്റെ ജീവിത സാഹചര്യത്തിൽ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, താൻ പഴയ ആ ജോലി ചെയ്യുവാൻ, മീൻ പിടിക്കുവാൻ താൻ കടന്നുപോയി. തന്നോടൊപ്പം തൻ്റെ കൂട്ടുകാരെയും കൂടെ വിളിച്ചുകൊണ്ടാണ് ആ പഴയ തൊഴിലിലേക്ക് പോയത്. തന്നെ എവിടുന്ന് താൻ വിളിച്ചോ, തന്നെ ഗലീല കടപ്പുറത്ത് വെച്ച് മീൻ പിടിക്കുന്ന വേലയിലായിരിക്കുന്ന സമയത്ത് തന്നെ വിളിച്ചോ, ആ വിളിയിൽ നിന്ന് താൻ അകന്നുപോയി കർത്താവിൻ്റെ വിളിയിൽ നിന്ന് അകന്നു മാറി പഴയ ആ പ്രവൃത്തിയിലേക്ക് താൻ പോകാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ ഇങ്ങനെ പറയാനിടയായിത്തീർന്നു, ആകയാൽ പ്രിയരെ, ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്തിനെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. പത്രോസ് അത് മനസ്സിലാക്കുവാൻ ചില സമയങ്ങളെടുത്തു. തൻ്റെ വീഴ്ചയിൽ നിന്ന് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ വന്നതിനെ വിളിച്ച് പിന്നെയും യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവന്ന് പത്രോസ് അത് മനസ്സിലാക്കി സഭയുടെ തൂണാക്കി തന്നെ മാറ്റുവാനിടയായിത്തീർന്നു. ശ്രേഷ്ഠ അപ്പോസ്തല പദവിയിലേക്ക് താൻ നല്ലൊരു ലീഡറായി തീരുവാൻ ഇടയായിത്തീർന്നു. അതുമാത്രമല്ല, ജാതികളുടെ വാതിലും തുറക്കുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. യഹൂദിൻ്റെയും ജാതികളുടെ അപ്പോസ്തല പദവിയിലേക്ക് താൻ ഉയർത്തപ്പെട്ട് ആ വിളിയിൽ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായി കാണാൻ സാധിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചത് 2 പത്രോസ് 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ തൻ്റെ മഹത്വത്താലും വീര്യത്താലുമാണ് നമ്മെ വിളിച്ചത്. എന്നിട്ട് പരിജ്ഞാനത്തിൽ ദിവ്യശക്തി നമ്മുടെ മേൽ പകരുവാനിടയായിത്തീരുന്നു. താൻ പറയുന്നു, നമ്മെ വിളിച്ചത് ദൈവം തൻ്റെ മഹത്വത്താലും വീര്യത്താലുമാണ് നമ്മെ വിളിച്ചത്. എന്നിട്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മുടെ മേലൊരു ഡിവൈൻ പവർ, ദിവ്യശക്തി നമ്മുടെ മേൽ പകർന്നു. അതാണ് പെന്തക്കോസ്ത് നാളിൽ സ്തോത്രം തൻ്റെ മേൽ ഇറങ്ങി വന്നിട്ട് താനെ ജനത്തെ മുമ്പിൽ പ്രസംഗം, ഇതിൻ്റെ ചോദ്യങ്ങൾ പറഞ്ഞ് താൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങൾ തന്നോട് ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 2:38 വാക്യത്തിൽ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തനിക്ക് ലഭിച്ച ആ ദിവ്യശക്തിയെക്കുറിച്ച് താൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്യും. അപ്പം ദൈവരാജ്യത്തിലേക്ക് വിളി കിട്ടി രാജ്യത്തിൽ പ്രവേശിച്ച നമ്മൾക്ക് ദൈവശക്തി പകർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ഈ ദിവ്യശക്തിക്കകത്ത്, അല്ലെങ്കിൽ ദൈവരാജ്യം ത്തിൻ്റെ ശക്തിക്കകത്ത് നമുക്ക് ദൈവം ദാനമായി നൽകിത്തരും. എന്നിട്ട് അതിൽ തന്നെ വിലയേറിയ വാഗ്ദത്തങ്ങൾ ഉണ്ട്. ആ വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവം നൽകിത്തരുന്നത് കൊണ്ട് ലോകത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ലോകത്ത് കാണിക്കുന്ന മോഹത്താലുള്ള നാശത്തിലേക്ക് പോകാതെ നമ്മൾ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരും. അപ്പം ദൈവം നമ്മെ വിളിച്ച്
വിളിക്ക് കിട്ടിയവർ വിളിയും തിരഞ്ഞ് ഉറപ്പാക്കി ആ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുമ്പോൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരും. കർത്താവിനെ പോലെ ഉള്ള സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളിയായി തീരുവാൻ ആ ദിവ്യശക്തി നമ്മുടെ മേൽ പകർന്ന് അങ്ങനെ വിളിക്കാത്ത ആമേ മുന്നോട്ട് പോയി ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയും. പത്രോസിൻ്റെ ജീവിതത്തിൽ ഈ ശക്തി ലഭിച്ചിട്ട് അപ്പോൾ തൻ്റെ ഭയമെല്ലാം മാറി ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ജീവിതത്തെ മാറുവാനിടയായി തീർന്നു. അപ്പോൾ കഷ്ടത എന്തിനു വേണ്ടിയാണെന്ന് താൻ പറയുന്നുണ്ട്. ജീവിതത്തിൽ കഷ്ടതയുടെ ചില കാര്യങ്ങൾ താൻ എഴുതുന്നു. 1 പത്രോസിൻ്റെ 3:18 വാക്യത്തിനകത്ത് പറഞ്ഞു, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അപ്പം ദൈവം ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത് നാം ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തമാണ് കഷ്ടം സഹിച്ചത്. അതുകൊണ്ട് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് ആമേൻ സ്തോത്രം നമ്മളും ആ പാപം തന്നെ ആയുധമായി ധരിപ്പാനാണ് പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 4:1-2 വാക്യത്തിൽ പറഞ്ഞത്. അപ്പോൾ കർത്താവ് വെച്ചൊരു മാതൃക, കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് ആ കഷ്ടത പാപികളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയുള്ള ആ കഷ്ടതയിൽ കൂടെ താനും കടന്നുപോയി. താൻ പറയുന്നു, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്നത് നമ്മളും ആ പാപം തന്നെ ആയുധമാക്കി എടുത്താൽ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചാൽ, ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിയുവാൻ വേണ്ടിയാണ് നമുക്ക് ജഡത്തിൽ കഷ്ടത തന്നിരിക്കുന്നത്. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ ഇനി ശേഷിക്കുന്ന കാലം, ദൈവരാജ്യത്ത് ജീവിക്കുന്ന കാലം ഇനി മനുഷ്യൻ്റെ മോഹങ്ങൾക്കോ ഇഷ്ടത്തിനോ ഒത്തവണ്ണം പോകാതെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി ലോകത്തിൻ്റെ പാപത്തിൻ്റെ നാശം വിട്ടൊഴിയുവാൻ വേണ്ടി നമ്മളെ കഷ്ടതയിൽ കൂടെ നടത്തുമ്പോൾ അതിൽ കൂടെ ദിവ്യ സ്വഭാവം ആയി നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റുവാൻ കർത്താവ് കാണിച്ച അതേ മാതൃക പ്രകാരം തൻ്റെ ജീവിതത്തിലും ആ അനുഭവത്തിൽ കൂടെ താനെ ആ അനുഭവത്തിൽ കയറി നിന്നുകൊണ്ട് അനുഭവത്തിൽ കൂടെ മറ്റുള്ളവരെ പറഞ്ഞ് ഓർപ്പിച്ച് ഉണർത്തുന്നതായിട്ടാണ് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം നമ്മളെ വിളിച്ചത് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകും. തിന്മ ചെയ്തിട്ടില്ല, നന്മ ചെയ്തിട്ടാണ് നമ്മൾ കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. അതിനായിട്ടാണ് നമ്മെ വിളിച്ചെന്ന് പിന്നെയും താൻ പറയും. നമ്മുടെ വിളിയിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നോ അതെല്ലാം താൻ തൻ്റെ അനുഭവത്തിൽ കൂടെ പ്രാപിച്ചിട്ട് നമുക്ക് പ്രബോധനമായി നമുക്ക് തൻ്റെ ലേഖനത്തിൽ കൂടെ സഭയ്ക്ക് കൈമാറുകയാണ്. പിന്നീട് താൻ പറയുന്നു, അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാണ് നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനുഗ്രഹം അനുഭവിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് നാമും അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ ആണ്. അപ്പോൾ ഈ ഭൂമിയിൽ അനുഗ്രഹം അനുഭവിക്കാനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കാരണം അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളായി നമ്മൾ ക്രിസ്തുയേശുവിൽ പരിശുദ്ധാത്മാവിൽ കൂടെ പ്രാപിച്ചെടുക്കേണ്ട അബ്രഹാമിൻ്റെ അനുഗ്രഹമുണ്ട്. അപ്പം നമ്മെ വിളിച്ചത് അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മളും അനുഭവിപ്പാൻ നമ്മളെ വിളിച്ചതാണെന്നും ആ വിളിയിൽ നമുക്ക് അനുഗ്രഹം അനുഭവിച്ച് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അബ്രഹാമിനെ തന്നെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 24-1 വാക്യത്തിൽ ഈ അനുഗ്രഹം ഈ ഭൂമിയിൽ അനുഭവിക്കാനായിട്ടാണ് നമ്മെ വിളിച്ചത്. അബ്രഹാമിനെ ദൈവം വിളിച്ച് സകലത്തിലും അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പം വിളി തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അനുഭവിക്കാൻ തന്ന അനുഗ്രഹത്തെ പ്രാപിക്കാതെ അറിവില്ലായ്മ വന്നാൽ സാത്താൻ നമ്മളെ അതുകൊണ്ട് തടഞ്ഞു വെച്ച് നമുക്കൊന്നും ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയാത്തവരായി നിരാശരായി ജീവിക്കുമ്പോൾ പത്രോസ്ലീഹ വിളിച്ചു പറയുന്നു, നിങ്ങളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാനായിട്ടാണ് വിളിച്ചത്. ഉൽപ്പത്തി പുസ്തകം 13-1-2 വാക്യങ്ങൾ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. തങ്ങളുടെ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് ദേശത്തിന് അവരെ വഹിച്ചുകൂടാത്ത വണ്ണമുള്ളൊരു അനുഗ്രഹം ഈ ഭൂമിയിലുണ്ടായിരുന്നു. അത് ഈ ഭൂമിയിൽ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതാണല്ലോ തരുന്നത്. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് തനിക്ക് ദാനമായി നൽകി ഇടയായിത്തീർന്നു. ഇതേ അനുഗ്രഹമാണ് ജാതികളായ നമ്മൾക്കും ക്രിസ്തുവേശുവിൽ കൂടെ നമുക്കും പ്രാപിച്ചെടുക്കേണ്ട അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ അനുഗ്രഹം പ്രാപിക്കാനായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചത്.
ഈ അനുഗ്രഹം അനുഭവിക്കാനായിട്ടാണ് നമ്മെ വിളിച്ചെന്ന് പറയുന്നു. അപ്പം വിളിയിൽ തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിലൊന്നാണ് ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം അനുഭവിക്കുവാനും ദൈവരാജ്യത്തിൽ അത് പ്രയോജനപരമാക്കുവാനും ഒക്കെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സിട്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ എന്ന 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത്, ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സിട്ടാവിൻ്റെ മുമ്പിൽ ഭരമേൽപ്പിക്കട്ടെ. അപ്പം ദൈവം നമ്മെ വിളിച്ചത് ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. അപ്പം ദൈവം നമ്മെ വിളിച്ച് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയവരെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായിട്ട് നമ്മളെ വിളിച്ചു. അപ്പോൾ ആ തേജസ്, നിത്യമായ തേജസ്സിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിളിയും തെരഞ്ഞെടുപ്പും എന്തെന്ന് ഉറപ്പാക്കുവാൻ ശ്രമിക്കുക എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം, ഈ വിധമായ അനുഗ്രഹങ്ങൾ നമുക്ക് വിളിക്കാത്ത ഈ ദൈവരാജ്യത്തിൽ കയറി അനുഭവിക്കേണ്ടതുണ്ടായി. എന്നാൽ ഇത് ഉറപ്പാക്കിയില്ലെങ്കിൽ പത്രോസ്ലീഹ പിന്നെ പറയുന്നത്, കള്ളപ്രവാചകന്മാർ ദുരുപദേഷ്ടക്കാർ നിങ്ങളുടെ ഇടയിൽ കയറി നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുകയും ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കുമെന്ന് 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഉറപ്പാക്കിയില്ലെങ്കിൽ നമ്മൾ ചതിവ് പറ്റാനിടയായിത്തീരും. നമ്മളെ പലരും വന്ന് ദുരുദ്ദേശങ്ങൾ പറഞ്ഞ് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിച്ച് നമ്മളെ ഈ വിളിയിൽ തിരഞ്ഞെടുപ്പ് ആ വലിയ നിത്യദേശത്ത് നിന്ന് നമ്മളെ തള്ളിക്കളയാനിടയായിത്തീരും. അതുകൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചത്, നമ്മളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ എഴുന്നേൽപ്പിച്ച ഒന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിങ്കൽ വെക്കുവാനാണ്. അപ്പോൾ സ്വലപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം 32 മുതൽ 33 വാക്യങ്ങൾ, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്ന് ആമി പ്രസംഗം പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു, യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന്. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തെ പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നതെന്ന് പറയാനിടയായി തീർന്നു. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കാണുവാനും കേൾക്കുവാനുമുള്ള രീതിയിലാണെന്നോ അത് പ്രാപിച്ചതും, അതിൻ്റെ കൂടെ നിൽക്കുന്നവർ അത് കേട്ട് വന്നവർക്ക് അത് കാണുവാനും കേൾക്കുവാനുമുള്ള രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി അവിടെ പത്രോസ്ലീഹായുടെ ശുശ്രൂഷയിൽ കൂടെ അത് വെളിപ്പെട്ട് വരുന്നതായി കാണാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം അധ്യായത്തിൽ ദൈവം യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികൾ ആകണമെന്നാണല്ലോ കർത്താവ് പറഞ്ഞ്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായിട്ടാണ് അവർ മാറിയത്. വിളിച്ചത് സാക്ഷികളാണ്, തെരഞ്ഞെടുത്തത് തന്നെ അപ്പോസ്തലനാണ്. താനത് ഉറപ്പാക്കി മിനിഷ് ചെയ്തു. അവസാനം താൻ രക്തസാക്ഷിയായി വേല തികച്ച് നിത്യയിൽ വിശ്രമിക്കാനിടയായി തീർന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ചു. ആ വിളി കേട്ട് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അകത്തിപ്പം വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇടറിപ്പോകാതെ, പ്രശ്നങ്ങളുടെ മുമ്പിൽ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ വിളി എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചു, എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത്, എന്തിനു വേണ്ടിയാണ് എന്നെ ആക്കി വെച്ചിരുന്നുള്ള ആ വലിയ ദൗത്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ അത് നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. അതുറപ്പാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ വന്നാൽ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ചില നാളുകളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കാതെ പോകത്തക്കുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ വിളിച്ചത് എന്തിനാണോ, ആ വിളിയിൽ എന്നെ തിരഞ്ഞെടുത്ത് എന്താണോ അത് നമ്മൾ മനസ്സിലാക്കി
അതും പ്രകാരം നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ നിത്യതേജസ്സിന് വേണ്ടി വിളി എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഓടുവാൻ കഴിയത്തുള്ളൂ. ആമേൻ സ്വർഗരാജ്യത്തിലെ വിളിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു. നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്നാൽ നമ്മൾ ഇപ്പോൾ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ ഷോർട്ട് പീരീഡിനകത്ത് നമുക്ക് ഏറ്റവും അധികമായി നമ്മളെ വിളിച്ചതെന്തിനു വേണ്ടിയും നമ്മളെ തിരഞ്ഞെടുത്ത് എന്തിനാണെന്ന് ഉറപ്പാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായും ഇടറിപ്പോകാതെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. കർത്താവ് ആ നിത്യത വരെ എത്തുന്ന വലിയ വിളിയിൽ നിന്ന് മാറിപ്പോകാൻ ഇടവരാതെ വണ്ണം നാം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ വചനം നിങ്ങളെ പിന്നെ ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്തുവാനാണ്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ ശ്രമിക്കുവാൻ പറഞ്ഞ നമ്മുടെ പരമാർത്ഥ മനസ്സ് തട്ടി ഉണർത്തുവാൻ വേണ്ടിയാണ് പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ കൂടെ വിളിച്ച ദൈവമക്കളെ എങ്ങനെ ആയിത്തീരണം ഉറപ്പാക്കേണ്ട കാര്യങ്ങളെക്കൊണ്ട് പറഞ്ഞത്. അതനുസരിച്ച് ഇന്ന് ഈ വചനം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളും ഒന്ന് ശോധന ചെയ്യുക. നമ്മളെ വിളിച്ച് എന്തിനാണ്, കർത്താവ് എന്തിനു വേണ്ടി എന്നെ തിരഞ്ഞെടുത്തത് എന്തെന്നുള്ളത്. നമ്മുടെ കാലത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും അത് വിട്ടുപോയിട്ട് ലോകത്തിൻ്റെ മുഖത്തിലേക്ക് പോയി നാശത്തിലേക്ക് പോകാതിരിപ്പാൻ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയായി തീർന്ന് ആ കർത്താവിൻ്റെ നിത്യജയസിൻ്റെ പങ്കാളിയായി തീരുവാൻ നമ്മെ വിളിച്ച വിളിയിലേക്കും ആമേ തെരഞ്ഞെടുപ്പിലേക്കും ആ ഉറപ്പ് വരുത്തുവാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്തു വന്ന് ഞങ്ങളെ വിളിച്ച് വിളിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഞങ്ങൾ ഉറപ്പാക്കുവാൻ ഈ ദിവസങ്ങളിൽ നിൻ്റെ പാദപീഠത്തിൽ നിന്ന് അത് ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ ഇടറിപ്പോകാൻ ചാൻസ് ഉള്ള പത്രോസ്ലീഹ പോലും ഇടറിപ്പോയല്ലോ. ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ ആ കഷ്ടതയുടെ നടുവിൽ ആ കഷ്ടതനെ ആയുധമാക്കി എടുത്ത് പാപം വിട്ടൊഴിഞ്ഞ് നീതിക്ക് ജീവിപ്പാൻ തക്കവണ്ണം ആ കൃപയിൽ ഞങ്ങളെ നടത്തേണ്ട ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. വിളിയും തെരഞ്ഞുകൂടെ ഉറപ്പാക്കിക്കൊണ്ട് ആ നിത്യജീവനിലേക്ക് പോകാൻ നിത്യരാജ്യങ്ങളെ പ്രവേശനം വഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ എന്ത് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ തുടർന്ന് ഞങ്ങളെ ആമേൻ താഴെ കാണുന്ന വിലാസത്തിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായിത്തീരും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ ആമേൻ ആമേൻ.